അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഇടുക്കിയിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. ഈ ഉണക്കാനിട്ടിരിക്കുന്ന സംഭവം എന്താ അറിയോ? പൊരി വെയിലത്ത് ഉണക്കാനിട്ടത് നിങ്ങൾ വിചാരിക്കും ഇത് പൂവാണെന്ന്, അഥവാ ഓണത്തിന് ചെണ്ടുമല്ലിപ്പൂവ് അങ്ങനത്തെ കളറാണല്ലോ. നോക്കിയേ, ഈ ഒരു കളറ്, അതേപോലെ തന്നെ മഞ്ഞ കളറ്, നോക്കിയേ പരത്തി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് പൂവാന്ന് വിചാരിക്കും. എന്നാൽ ഇത് പൂവല്ല. ഇത് നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ നോട്ട് കെട്ട് ഇങ്ങനെ ആകുമ്പോൾ അതിമങ്ങനെ റബ്ബർ ബാൻഡ് ചുറ്റി ഇങ്ങനെ വരാറില്ലേ, ആ റബ്ബർ ബാൻഡുകളാണ്. അഥവാ നോട്ടുമ്പോൾ ചുറ്റണ റബ്ബർ ബാൻഡ്. നോട്ടുമ്പോൾ ചുറ്റണ ഞാനൊരു രസത്തിന് പറഞ്ഞാണ്. റബ്ബർ ബാൻഡിൻ്റെ ആവശ്യങ്ങൾ നമുക്കറിയാലോ. പിള്ളേരുടെ പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് റബ്ബർ ബാൻഡ് വേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കൊരു റബ്ബർ ബാൻഡ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകും. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടായി വരുന്നത് എന്ന് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ നല്ല സെറ്റപ്പിലൊരു കമ്പനി കണ്ടപ്പോൾ ഒന്ന് എൻ്റെ എന്താ പറയുക, ഇഷ്ടപ്പെട്ട നമ്മളെ ചങ്കുകൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയേ, പല തരത്തിലൊരു 3-4 ഐറ്റംസ് കളറിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് പീസസ് ആട്ടോ. അതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ തുടർന്ന് കണ്ടോ. മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയറും ചെയ്തോ കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പോൾ നോക്കിയേ, ഇത് ഒരു വലിയൊരു ടാങ്ക് കണ്ടോ. റബ്ബറിന് പാല് മനായിട്ട് ഇവിടെ അല്ലേ കൊടുന്ന് നോക്കുക, ഇവിടെ കൊടുന്ന് നോക്കൂല്ലേ. നമ്മുടെ നാട്ടിൽ നിന്ന് റബ്ബറിൽ ഇതേപോലെ ബാരലിലാക്കിയിട്ട് വണ്ടിയിൽ കൊണ്ടുവരുന്ന കാണാം. ഇതെല്ലാം ഇതിലേക്ക് കൊണ്ട് മറിച്ചൊഴിക്കും. ഓക്കെ. എന്നിട്ട് 8 മണിക്കൂറോളം ഇതിന്റെ അകത്തിടും ഇങ്ങനെ. ഓക്കെ, നമുക്കിത് പറഞ്ഞു തരുന്ന നമ്മളെ മനുവേട്ടനാട്ടോ. നമ്മൾ 3-4 വീഡിയോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എത്ര മണിക്കൂർ ഇടും? ഇവിടെ ഒരു 8 മണിക്കൂറോളം ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇടും. അപ്പൊ കട്ടായി പോകുന്നില്ല, കട്ടാകല്ലോ. ഓൾറെഡി അമോണിയ ഉണ്ട്, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇതൊരു പൈപ്പ് ലൈനിൽ കൂടെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന പാലുകളാണ്. ഇതൊക്കെ നമ്മൾ വണ്ടിയിൽ കൊടുന്ന് ഇറക്കണതാണ് അല്ലേ? പല എസ്റ്റേറ്റുകളിൽ നിന്നും അതേപോലെ തന്നെ റബ്ബർ തോട്ടത്തിൽ നിന്നൊക്കെ എടുത്ത് കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് അപ്പൊ മനോട്ടാ, അപ്പൊ നമ്മൾ അവിടെ ഒഴിച്ചതിന് ശേഷം ഇവിടെയാണോ വരിക? ആ ടാങ്ക് പൈപ്പ് ലൈൻ വഴി ഇതിന്റെ അകത്തേക്ക് വരും. വലിയൊരു അണ്ടാവ് പോലത്തെ ഒരു ചെമ്പ്. ഇതിൽ എത്ര മണിക്കൂർ ഇടും ദിവസമാണ്? എങ്ങനെയാണ്? ഇതിന്റെ അകത്തേക്ക് ഫുള്ള് പാൽ ഇട്ടിട്ട് അതിനോടൊപ്പം തന്നെ ഇതുണ്ട്, ഇവിടെ ഒരു ഇതുണ്ടോ, രണ്ടാവുണ്ടോ, ഇവിടെ വേറെ ചെമ്പുണ്ട്. ഇതിന്റെ അകത്ത് നമ്മുടെ പുളിമ്പൊടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതിൽ കൂട്ടാനുള്ള അതും കൂടെ കൂട്ടി ഇതിന്റെ അകത്തേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തൊരു 3 ദിവസം ഇതിനെ മൂടിക്കെട്ടിടും. 3 ദിവസം മൂടിക്കെട്ടിടും. 3 ദിവസം മൂടിക്കെട്ടിടും. ഓക്കെ. അതിനുശേഷം ഇതിലൊരു പൈപ്പ് ലൈൻ, ചെറിയൊരു ഹോള് കാണുന്നുണ്ട് അവിടെ. ആ പൈപ്പ് ലൈൻ ഇവിടെ ഒരു വാൽവുണ്ട് അല്ലേ? ഇവിടെ ഒരു വാൽവുണ്ട്. ഇതില് നമ്മളിത് തുറന്നെടുക്കും. ഇതുപോലെയുള്ള ബാരലുകൾ വഴി മൊത്തം ഇതുപോലെയുള്ള ബാരലുകൾ വഴി മൊത്തം ഇത് തുറന്നെടുക്കും. മനോട്ടാ, അപ്പൊ ഇതെന്തൊരു സൈസ് പൊടി? എന്താണിത്? ക്ലേ ആണ്. ഒരു സൈസ് ക്ലേ ആണ് അല്ലേ? ക്ലേ നല്ലപോലെ കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുന്ന നല്ല അടിച്ചടിച്ചടിച്ചടിച്ച് ഇത് കുറേ നേരം 2 മണിക്കൂർ. ഓക്കെ. ഇവിടെ അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ലേ അവിടെ നടന്ന് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലേ നല്ലതുപോലെ കുഴമ്പ് രൂപത്തിലായി കഴിയുമ്പോൾ അതിനുശേഷം 2 ബാരലിനുള്ളത് അത് പകുതി ഒഴിക്കും. ഓക്കെ. പകുതി ഒഴിച്ചിട്ട് അതിനെ നല്ലപോലെ മിക്സ് ചെയ്യും. അത് ഓൾറെഡി നല്ല മിക്സ് ആയതാണ്. ഈ പാലുമായിട്ട് മിക്സ് ചെയ്യും അല്ലേ? പാലും ക്ലേയും തമ്മിൽ മിക്സ് ചെയ്യും. ഇതൊക്കെ ഇതിലുണ്ടോ സംഭവം? ഇതാണ് റബ്ബർ പാല്. ഓക്കെ. നോക്കി, ഇതില് റബ്ബർ പാലുണ്ട് കേട്ടോ. ഇതിന് നല്ലൊരു ഗ്യാസും വരും, അമോണിയാണ് അല്ലേ? ഇതിന്റെ അകത്തേക്ക് നമ്മള് ഇനി ബാക്കി ബാലൻസ് ക്ലേ ചേർത്ത് കൊടുക്കും. ഇതുണ്ടോ, ഈ ഇത്ര അളവില് ക്ലേ ചേർക്കും. എന്നിട്ട് ആവശ്യമായ നിറങ്ങളും ചേർക്കും. നിറം അങ്ങനെയാണ്. ചുമന്ന റബ്ബർ ബാൻഡ് വേണ്ടവർക്ക് ചുമന്നത്, മഞ്ഞ വേണമെങ്കിൽ മഞ്ഞ, റോസ് വേണമെങ്കിൽ റോസ് തന്നെ. അതിവിടെ കളറുണ്ട്. കളർ സെക്ഷൻ കളറിൽ മിക്സ് ചെയ്യും. അതിനുശേഷം നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കും. നല്ല അതേപോലെ അങ്ങനെ ഇതൊക്കെ നോക്കിയ ഒരു ഓറഞ്ച് കളറാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും അല്ലേ? ഓക്കെ. പല തരത്തിലുള്ള കളർ, ഓറഞ്ച് കളറാ അല്ലേ? ഓക്കെ. കളർ കൂട്ടി വെച്ചതിന് ശേഷം നമ്മള് ഇതുണ്ടോ, ഇതാണ് ഡിപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഇത് ആസിഡ് ലായനിയിലേക്ക് നമ്മൾ ഇങ്ങനെ അങ്ങ് മുക്കും. മുക്കി നമ്മളിങ്ങനെ എടുത്തിട്ട് ഒരു 2 മിനിറ്റ് അത് ആസിഡ് ഒന്നും ഇങ്ങനെ ഒഴിഞ്ഞു പോകാൻ വേണ്ടി നിൽക്കും അല്ലേ? ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഒരു 2 മിനിറ്റ്. 2 മിനിറ്റ് ഇവിടെ വെച്ചതിന് ശേഷം ഇത് 2 മിനിറ്റ് നമ്മൾ ആക്കി വെച്ചാട്ടോ, ആദ്യം മുക്കി വെച്ചാണ്. ഓക്കെ. അപ്പൊ ഇതിലേക്ക് നേരെ ഇങ്ങനെ ഉണ്ട് അങ്ങ് മുക്കും. കണ്ടോ, ഇങ്ങനെ അങ്ങ് മുക്കി. അപ്പൊ ഓക്കെ, ഇതിന് നമ്മള് ഡ്രമ്മിൽ നിന്ന് മുക്കി എടുത്തു. ഓക്കെ. എന്നിട്ട് ഓക്കെ മലർത്തി മേലേക്ക് വെക്കും അല്ലേ? അപ്പൊ അതൊന്ന് വലിഞ്ഞു വരാൻ വേണ്ടിട്ട്. കണ്ടോ? അതെങ്ങനെ എത്ര ടൈം നോക്കണം? 2 മിനിറ്റ് 3 മിനിറ്റ് വെച്ചാൽ മതി. ഓക്കെ. നോക്കി, അതപ്പോ തന്നെ എന്തായി, ഒരു ഏകദേശം ആ ഒരു ആസിഡ് ലാനയിൽ മുക്കിയത് കൊണ്ട് തന്നെ ഏതൊക്കെ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ടാവും.
ഒരിക്കലും താഴേക്ക് ഒലിക്കൂലല്ലോ? ഇല്ല. ഇതൊരു 2 മിനിറ്റ് ഉണങ്ങാൻ വെച്ചതിന് ശേഷം വീണ്ടും എടുത്ത് നമ്മൾ ഇതിൽ മുക്കും. വീണ്ടും മുക്കണം. മുക്കിയിട്ട് എടുത്ത് വീണ്ടും ഇങ്ങോട്ട് മാറ്റി വെക്കും. അത് മാറിപ്പോയിരിക്കാൻ വേണ്ടി കേട്ടോ മാറ്റി വെക്കുന്നത്. അങ്ങനെ 4 പ്രാവശ്യം ഡിപ്പ് ചെയ്യണം. 4 പ്രാവശ്യം ഡിപ്പ് ചെയ്യണം. ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിന് നമ്മളിത് ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടിച്ച് കൊടുക്കും. ഈ പൊട്ടിക്കണ എന്തിനാ? ഇവിടെ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുന്നത് വെള്ളം ഇതിന്റെ ഇത് എടുക്കാൻ വേണ്ടിട്ട് വലിച്ചെടുക്കും. ഇതിലേക്ക് വെള്ളം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രഷറിൽ വെള്ളം എടുക്കാൻ പറ്റും. ഓക്കെ, നോക്കി ഇതൊരു റോസ് പിങ്ക് കളറിലുള്ള റബ്ബർ ബാൻഡ് തയ്യാറായി കൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു PVC സംഭവം ഉണ്ടല്ലോ, പല സൈസിലുള്ള സംഭവം ഉണ്ട് കേട്ടോ. വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള പല തരത്തിലുള്ള നോക്കി ഒരുപാട് കുറ്റികൾ ഇങ്ങനെ നിൽക്കുന്നതാണ് അവിടെയൊക്കെ. ഇതിന്റെ ഒരുപാട് സംഭവങ്ങൾ ഇനിയും കാണാണ്ട്, ഇനി വെള്ളം ഇതാക്കിയിട്ട് സാധനമൊക്കെ എടുക്കുന്നത് കാണാണ്ട് ഇതൊക്കെ നമുക്ക് നേരെ പോകാം. ഇത് പിങ്ക് കളറ്, അതേപോലെ തന്നെ ഓറഞ്ച് കളർ, ഇതാ പല തരത്തിൽ. ഇത് ചെറിയ സൈസ്, അതേപോലെ തന്നെ മീഡിയം സൈസ്, വലുതും ചെറുതും പല സൈസിലുണ്ട്. അതേപോലെ തന്നെ ഊരിയെടുക്കാം. ഇനി അതവിടെ അല്ലേ അത്? ഓക്കെ, നോക്കി അതേപോലെ തന്നെ നോക്കണ്ടോ, ഈ സൈഡിൽ കംപ്ലീറ്റ് ഇതൊക്കെ ഊരിയെടുക്കാമല്ലോ കേട്ടോ. ഭയങ്കര നാച്ചുറൽ ഫീൽ. നോക്കി നല്ല അടിപൊളി മല, താഴെ കളർഫുൾ ആയിട്ടുള്ള റബ്ബർ ബാൻഡ് സംഭവം കേട്ടോ. കാണാൻ മാത്രം ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഇത് ഡിപ്പ് ചെയ്തിട്ട് ഉണങ്ങാൻ വെച്ചതിന് ശേഷം ഇതേപോലെ വെള്ളം വെച്ചതിന് ശേഷം ഇതുണ്ടോ വെള്ളം ഈ ഓസിക്കൂടെ ഇവരിങ്ങനെ ഇതിന്റെ ഉള്ളോട്ട് കയറ്റി വിടും, ടെമ്പറാക്കി വിടും അല്ലേ? നേരെ ഇത് റിമൂവ് ആയിട്ട് പോരും. ഇതുണ്ടോ ഊരി പോരുന്നു. എന്നിട്ട് ഇത് ഊരി പോകുന്നതിന് ഇങ്ങനെ ആണിയിൽ അങ്ങനെ ഇങ്ങനെ ആണിയിൽ തൂക്കി സംഭവങ്ങൾ ഇടാ തല വരെ കാണാണ്ടോ. ഇതൊക്കെ ഇതേപോലെ വെള്ളം പിന്നെ അതിൽ പമ്പ് ചെയ്തതിന്റെ ശേഷം പിന്നെ ഫുള്ള് ടൈറ്റ് ആക്കി വെക്കും അല്ലേ? അതിന്റെ ശേഷം ഓട്ടോമാറ്റിക്കലി സംഭവം ഇങ്ങനെ അഥവാ വെള്ളം ഇങ്ങനെ നിറയുമ്പോൾ അതിൽ നിന്ന് പൊങ്ങി വരും. അതിന്റെ ശേഷം നോക്കി തൂങ്ങി കിടക്കണുണ്ടോ, നല്ല രസമാട്ടോ. ഇതൊക്കെ എടുക്കാനുള്ളതാണ്. നോക്കി എടുത്തത് ശേഷം ആ സാധനങ്ങൾ അങ്ങനെ തൂക്കി കിടക്കണേ. ആ തലവരെ അങ്ങനെ ഉണ്ട് കേട്ടോ. അതേപോലെ അതിന്റെ ശേഷം ഇതിങ്ങനെ ഉണങ്ങാനിടും അല്ലേ? ഉണ്ടോ പരത്തി വെച്ചേക്കണ നോക്കുക. ആ തലവരെ നോക്കി എന്ത് രസമല്ലേ കാണാൻ. പല തരത്തിൽ ഇത് നമ്മളെ കയ്യിലെത്തുമ്പോൾ ചെറിയൊരു പിന്നെ എന്താ പറയുക ചെറിയൊരു റബ്ബർ ബാൻഡായിട്ടാണ് മാറും. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഇത്രയും പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഓരോ സൈസിലുള്ള PVCകളാണ്. നേരത്തെ നമ്മൾ വരുമ്പോൾ കണ്ടു. ഇതിപ്പോൾ അങ്ങനെ പിന്നെ വെള്ളം എടുത്തു മന്നട്ടാ, വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം ഉണങ്ങാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പരിപാടി അത് കഴിഞ്ഞിട്ടാണ് ഇതിനെ പുഴുങ്ങാനായിട്ട് ഇടും. ഈ റബ്ബറിനെ നല്ല ടെമ്പർ ആക്കുന്ന ഒരു പ്രോസസിംഗ് ആണ് പുഴുങ്ങൽ. കട്ടി അതിനെ പുഴുങ്ങാനായിട്ട് ഇടുന്ന പ്രോസസിംഗ് ആണ് പിന്നെ കാണാം. അപ്പൊ അവിടുന്ന് ഉണക്കി കൊണ്ടുവന്ന സംഭവം ഉണങ്ങി കൊണ്ടുവന്ന ട്യൂബിനെ ഈ ഒരു വലിയൊരു ചെരുവത്തിലേക്ക് പുഴുങ്ങാനായിട്ട് ഇടും. ഇതിൽ വെള്ളം നന്നായിട്ട് തിളപ്പിക്കും. ഇതിലിട്ട് ഒരു മീഡിയം തിളപ്പിടുണ്ട്, നല്ലപോലെ തിളപ്പിച്ച് പുഴുങ്ങിയെടുക്കും. അപ്പൊ തന്നെ ഈ റബ്ബർ ടെമ്പറായി മാറും. പിന്നെ ഒട്ടിപ്പിടിക്കുകയല്ല. അതായത് നമ്മളിപ്പോ ആദ്യം കണ്ട സാധനത്തെ പോയി ചവിട്ടി കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും. ഇതൊക്കെ ചവിട്ടിയാൽ ഒട്ടിപ്പിടിക്കില്ല. ഇതിപ്പോ ചൂട് കഴിഞ്ഞ് പുഴുങ്ങിയെടുത്ത സംഭവം ഇതോ ഒരിക്കലും ഒട്ടിപ്പിടിക്കുകയല്ല, നല്ല ടെമ്പറുമായി. അതിനാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത്. പുഴുങ്ങിയെടുത്തതിന് നമ്മൾ നേരെ കട്ടിങ്ങിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ പുഴുങ്ങിയെടുത്തതിന് ശേഷം നേരെ കട്ടിങ്ങിലേക്ക് കൊണ്ടുപോകും. ശേഷം ഇതിന്റെ ആ ഒരു ഇങ്ങനെ നിൽക്കുന്ന കട്ടിംഗ് മെഷീൻ, ഈ കട്ടിംഗ് മെഷീനെ വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്തത്. അഗ്രഭാഗം എന്ത് ചെയ്യും? ഇവിടെ കട്ട് ചെയ്തതിന്റെ പീസുകളാട്ടോ. ഇത് വേസ്റ്റ് പീസുകളാണ്. കത്തിക്കാനൊക്കെ പിന്നെ വേറെ ആൾക്കാർ വന്നെടുത്തുണ്ടോ, അങ്ങനെ ഓരോരോ പരിപാടികൾ. അതിനുശേഷം ഇതേപോലത്തെ സംഭവങ്ങളിലേക്ക് മാറ്റും. കയറ്റി വെച്ച് കട്ട് ചെയ്തെടുക്കുവാണ്. റബ്ബർ ബാൻഡിന്റെ ഒരു പറുദീസ. അതിനുശേഷം അവിടെ നേരത്തെ നമ്മൾ കണ്ട പോലെ ഉണക്കാനിടും അല്ലേ? വേറെ കാര്യങ്ങളുണ്ട്. റബ്ബറിന്റെ പൂപ്പല് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഡിപ്പിംഗ് കൂടി ഉണ്ട്. ഈ ഒരു ലായനിയിലേക്ക് ഇങ്ങനെ മുക്കും. അതിങ്ങനെ കൂടി ഇത് കിടക്കുമ്പോ അഥവാ അതിങ്ങനെ കൂടി കിടക്കുന്ന സമയത്ത് ആ ഒരു പൂപ്പല് ഒട്ടിപ്പൊന്നും വരാൻ പാടില്ല. ഒട്ടല് കുറവായിരിക്കും. പക്ഷെ പൂപ്പല് വരാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ലാനിയിൽ മുക്കും. ഇത് അവിടെ നമ്മൾ കണ്ടത് പിന്നെ ഓറഞ്ച് കളറാണ്, ഇവിടെ മഞ്ഞ, അതേപോലെ തന്നെ വെറൈറ്റി കളർ ഉണ്ട്. നോക്കി എന്ത് രസമാണ് കാണാൻ. നോക്കിയുണ്ടോ, അടിപൊളി. കോടിക്കണക്കിന് റബ്ബർ ബാൻഡുകൾ, എത്ര പണം കിട്ടുമ്പോൾ കയറാനുള്ള സാധനം കാര്യങ്ങൾ നോക്കി. അതേപോലെ തന്നെ ഡ്യുവൽ കളർ ഉണ്ട് കേട്ടോ, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. അത് പലതരത്തിൽ പിന്നെ 2 ഡിപ്പിങ് അവർ ലെമൺ ഇട്ടത്
അതെ, രണ്ട് ഡിപ്പ് ചെയ്ത് വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇത് പലതരത്തിൽ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കട്ടെ. റെഡും എന്താണ് ആവശ്യപ്പെടുന്ന അതിനനുസരിച്ച് അതേപോലെ ഇവര് ഉണ്ടാക്കി കൊടുക്കും. ഗ്ലൗസ് ഉണ്ടാക്കുന്നുണ്ട്, കയ്യേറ ഉണ്ടാക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെയാണ് റബ്ബർ ബാൻഡ് നമ്മളെ കയ്യിലെത്തുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു റബ്ബർ ബാൻഡ് അല്ലേ എന്ന് തോന്നും. പക്ഷെ നോക്കി, ഇത്രയും ആളുകളുടെ അധ്വാനമാണ്, എത്രയോ ദിവസത്തെ പരിപാടികളാട്ടോ. പക്ഷെ ഇത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. നമുക്ക് ഇങ്ങനെ കുറ്റികളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാനേ അടിപൊളിയല്ലേ സംഭവം. അപ്പോൾ ഇങ്ങനെയാണ് റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്നത്, മനസ്സിലായില്ലേ? ഇപ്പോൾ എനിക്കതാണ് ഭയങ്കര രസം. നോക്കി, ആ ഒരു ഏരിയ കാണുമ്പോൾ തന്നെ കളർ, പല തരത്തിലുള്ള കളറും, അതേപോലെ തന്നെ ഇങ്ങനെ തൂക്കിയിട്ട് ഇങ്ങനെ കാണുമ്പോഴേ എന്ത് രസം. നോക്കി, ഇവിടെ സിനിമയുടെ ലൊക്കേഷൻ ആണ് കേട്ടോ. ഇവിടെ സിനിമ ലൊക്കേഷൻ ആണോ? ഇവിടെ ഫിലിമിന്റെ ലൊക്കേഷൻ അല്ലേ? നോക്കിയത് നമ്മുടെ സ്വന്തം കൊടയത്തൂരാണ്. ഇവിടെ ഒരു നിരവധി സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു നാടാണ്, സ്ഥലം കൂടിയാണ് അല്ലേ? നോക്കിയ ഒരു സ്കൂള് നോക്കിയേ, നോക്കി, നല്ല അടിപൊളി സ്ഥലം. നോക്കി, എന്തുകൊണ്ടും അടിപൊളി. നോക്കി, അവിടെ ഒരു അടാറ് മല, അതുണ്ടോ ഒരു സ്കൂള്, ഇതുണ്ടോ കള്ളി എത്തുന്ന ഒരു പന, അവിടെ വലിയൊരു ആറ്, സെറ്റപ്പ്, ഫുൾ സെറ്റ്, നല്ലൊരു ആംബിയൻസ് അല്ലേ? അതിനൊത്ത ഒരു ആംബിയൻസിനനുസരിച്ച് ഒരു ഫാക്ടറി. ഇവിടെ വന്ന് പണിയെടുത്തു കഴിഞ്ഞാല് ഒരിക്കലും മടുക്കത്തില്ല. അപ്പൊ ഏതായാലും പിന്നെ റബ്ബർ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. എന്തായാലും മനുവേട്ട ഒരുപാട് നന്ദി. മനുവേട്ടാ, പിന്നെ എന്താണ് നമ്മുടെ കമ്പനിയുടെ പേര്? എന്തായിരുന്നു കമ്പനിയുടെ പേര്? പ്രസാദ് ഉദ്യോഗ്. പ്രസാദ് ഉദ്യോഗ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. മനോഹരമായ ഒരു ആറിന്റെ തീരത്താണ് കേട്ടോ നമ്മുടെ കമ്പനി. ഓക്കെ, അപ്പൊ റബ്ബർ ബാൻഡിന്റെ എന്തെങ്കിലും കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ട് വെക്കുന്നതാണ്. അപ്പൊ മനുവേട്ടാ, എല്ലാവർക്കും ഒരു ബൈ കൊടുത്തേ. ബൈ. ഓക്കെ, ബൈ.